അങ്ങനെ നമ്മൾ കാത്തിരുന്ന അതിഥി ചേരുകയാണ് ശ്രീ എബിൻ റോസ്. എബിൻ റോസ് കളിക്കാരനായിരുന്നപ്പോൾ തന്നെ പരിശീലനത്തിലേക്ക് കടന്ന താരമാണ്. സന്തോഷ് ട്രോഫി താരമായിരുന്നു. ഇന്നിപ്പോൾ വളരെ നിർണായകമായ ഒരു ചുമതല വഹിക്കുകയാണ് എബിൻ റോസ്. 8ാമത്തെ സന്തോഷ് ട്രോഫി കിരീടം തേടി 17ാമത്തെ ഫൈനലിൽ ഇറങ്ങുന്ന കേരള ടീമിന്റെ സഹപരിശീലകനാണ്. നമസ്തേ എബിൻ റോസ്. രാവിലെ പ്രാക്ടീസ് ഉണ്ട് എന്നറിയാം, സമയം കളയുന്നില്ല. ജനം ടി വിയിലേക്ക് സ്വാഗതം. 17ാമത്തെ ഫൈനൽ സ്വപ്നം. നമസ്തേ. 8ാമത്തെ കിരീടം. എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് ടീമും ടീം മാനേജ്മെന്റും? വളരെയധികം ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ച് കളിക്കാരൊക്കെ ഫുൾ ഫിറ്റ് ആണ്. ഒപ്പം തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ മികച്ച സമയം കേരള ഫുട്ബോൾ അസോസിയേഷൻ ചെയ്തു തന്നിട്ടുണ്ട്. അതിന്റെ തീർച്ചയായിട്ടും കളിക്കാരെ സ്കൗട്ട് ചെയ്യാനും ഒരുപാട് സമയം തരികയും നമുക്ക് പൂർണ്ണമായും ചുമതല നൽകുകയും ചെയ്യും. അത് ഭംഗിയായി നിർവഹിച്ചിട്ടുള്ള സന്തോഷം മാനേജ്മെന്റിനും കളിക്കാർക്കും കോച്ചും എല്ലാം ഉണ്ട്. അതിന്റെ ഒരു ഫലം തന്നെയാണ് നമ്മുടെ ഈ സന്തോഷ് ട്രോഫിയിലെ പ്രകടനം. തീർച്ചയായും ഈ ഓരോ കളി കഴിയും തോറും അല്ലേ മികച്ച ടീമായി നമ്മുടെ ടീം മാറിക്കൊണ്ടിരിക്കുന്നു. ആത്മവിശ്വാസം കൂടുന്നു, മൂർച്ച കൂടുന്നു, ആക്രമണങ്ങൾക്ക് ശക്തിയേറുന്നു. എബിൻ റോസ്, ഈ ടൂർണമെന്റ് തുടങ്ങിയ ശേഷം കണ്ടൊരു മാറ്റമാണ്. തുടങ്ങിയ ശേഷം തന്നെ വളരെ കൃത്യമായ ഒരു 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 ഒത്തൊരുമ, ഒരു ഒരു ആത്മവിശ്വാസം, എനർജി, ഇത് ഈ ഒരു അതെ അതെ തീർച്ചയായിട്ടും നമ്മളെ ക്യാമ്പ് സെലക്ഷൻ ട്രയൽസ് മുതൽ ഞാൻ ഇതിലുണ്ടായിരുന്നു, ഈ പ്രോസസ് ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും നമുക്ക് എടുത്തു പറയുന്നത് നമ്മുടെ കോച്ചിന്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു ക്വാളിറ്റി എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിനൊപ്പം തന്നെ മികച്ച കളിക്കാരും നമ്മള് നോക്കിയാൽ അറിയാം, ഈ ടീമൊക്കെ വളരെ യങ്ങാണ്. സന്തോഷ് ട്രോഫിയിലെ ഏറ്റവും ഒരു യങ് ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരള ടീമായിരിക്കും. ആ യങ് ടീമിന് ഇത്രത്തോളം പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നത് സൂപ്പർ ലീഗ് കേരള പോലെയുള്ള ഫുട്ബോൾ നല്ലൊരു ഇനിഷ്യേറ്റീവ് കേരള ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പൊ ചെയ്യുന്നുണ്ട്. ആ ഇനിഷ്യേറ്റീവിന്റെ ഫലമായി നമ്മുടെ കളിക്കാർക്കൊക്കെ നല്ല മാച്ച് എക്സ്പീരിയൻസ് കിട്ടി. അപ്പൊ അവരെ കൃത്യമായ രീതിയിൽ സെലക്ട് ചെയ്യുക, ഫംഗ്ഷൻ ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം തീർച്ചയായിട്ടും കോച്ചും നമ്മുടെ ടെക്നിക്കൽ സ്റ്റാഫും എല്ലാം ചെയ്തു. കേരള ഫുട്ബോൾ അസോസിയേഷൻ വളരെയധികം നല്ല സഹായം ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും മികച്ചൊരു പെർഫോമൻസിലേക്ക് എത്താൻ സാധിച്ചത്. എബിൻ റോസ്, താരങ്ങളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അജ്സൽ, മുഹമ്മദ് റിയാസ്, സഞ്ജു, വിഘ്നേഷ്, ഈ യുവതാരങ്ങൾ നൽകുന്ന ആത്മവിശ്വാസം, ഈ താരങ്ങൾ ടീമിലേക്ക് കൊണ്ടുവന്ന മാറ്റം, അതൊന്ന് പറയാമോ? സഞ്ജുവും വിഘ്നേഷും വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. അതേസമയം തന്നെ നമുക്ക് ഈ അജ്സലിനെ പോലുള്ള കളിക്കാര്, ഞാന് കേരള പ്രീമിയർ ലീഗിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് കളി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അജ്സലിന്റെ ഒക്കെ ഒരു വളർച്ച, അതിനോടൊപ്പം തന്നെ റിയാസിനെ പോലുള്ള വളരെ അർജുൻ, അങ്ങനെ എടുത്തു പറയാൻ നിരവധി താരങ്ങളുണ്ട്. അവരുടെയൊക്കെ പെർഫോമൻസ് തീർച്ചയായിട്ടും ഈ കേരള സൂപ്പർ ലീഗ് വഴി മൂർച്ച കൂട്ടി കേരള ഫുട്ബോൾ അസോസിയേഷൻ, ഞാൻ എന്തുകൊണ്ട് അത് എടുത്തു പറയുന്ന പറഞ്ഞാൽ അത്രത്തോളം കളിക്കാർക്ക് അവസരം ഒരുക്കുന്ന ഫുട്ബോൾ അസോസിയേഷന്റെ ആ ഒരു പ്രവർത്തനം തന്നെയാണ് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ടത്. അതിനോടൊപ്പം അതൊക്കെ ഈ യുവതാരങ്ങളെ മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ താരങ്ങളുടെ തന്നെ ഒരു നേട്ടം. കാര്യം അവർക്ക് ആ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് വിനിയോഗിക്കുന്ന ഈ താരങ്ങളെ എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല. ഈ സമീപകാലത്തെ കേരളം കണ്ട ഏറ്റവും മികച്ച ടീമാണ് എന്ന് നമുക്ക് പറയാമെന്ന് തോന്നുന്നു അല്ലെ? എങ്ങനെയാണ് ഒരു ടീം രൂപപ്പെടുത്തിയത്? ഞാൻ നേരത്തെ പറയാം, കഴിഞ്ഞ 3 മാസത്തോളമായി ഇതിന്റെ പുറകിലാണ്. കാരണം കോച്ച് ടീം ക്യാമ്പിലേക്ക് കളിക്കാരെ സെലക്ട് ചെയ്തതിനു ശേഷമാണെങ്കിൽ ഞാനും ചാക്കോ KT ചാക്കോ എന്ന് പറയുന്ന പഴയ ഇന്ത്യൻ ഇന്റർനാഷണൽ കേരള പോലീസിൽ അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു സംഘം ജില്ലാ ഫുട്ബോൾ ടൂർണമെന്റുകളിൽ നിന്നും കളിക്കാരെ സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം കേരള സൂപ്പർ ലീഗിൽ നിന്നും സ്കൗട്ട് ചെയ്തുകൊണ്ട് ഏകദേശം നമ്മൾ ആ പ്രോസസ്സിൽ തന്നെ ഏകദേശം 400ഓളം കളിക്കാരെ നമ്മൾ ശരിക്കും ഡാറ്റ അനലൈസ് ചെയ്ത് അവരുടെ പെർഫോമൻസ് അനലൈസ് ചെയ്ത് ക്യാമ്പിലേക്ക് 50 താരങ്ങൾക്ക് അവസരം കൊടുത്തുകൊണ്ടാണ് അവിടെ നിന്നാണ് ഈ ടീം നമ്മൾ രൂപീകരിച്ചത്. സർവീസസ് നാളെ നടക്കാൻ പോകുന്ന മത്സരത്തെ കുറിച്ച് പറഞ്ഞാൽ സർവീസസ് നല്ല മികച്ച ടീം തന്നെയാണ്. അപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ കേരളത്തെ തോൽപ്പിക്കുകയും ചെയ്തു. ഇത് സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടോ? അതോ ഫൈനലിൽ സർവീസസിനെ നേരിടാൻ സജ്ജമാണോ? എങ്ങനെയാണിത്? ഒരു സർവീസസിനോട് തോൽവിക്ക് കാരണം നമ്മളിപ്പോ നമ്മുടെ എല്ലാ കളിക്കാരും നമ്മള് സർവീസിനോട് കളിക്കുന്നതിന് മുമ്പ് തന്നെ ഗ്രൂപ്പ് വിന്നേഴ്സ് ആയിട്ട് നമ്മൾ ഓൾറെഡി ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ തന്നെ നമ്മളെ ബെഞ്ചിലിരിക്കുന്ന താരങ്ങളുടെ മൂർച്ച പരിശോധിക്കാനും അവർക്ക് അവസരം കൊടുക്കാനും അവരുടെ പെർഫോമൻസ് അനലൈസ് ചെയ്തുകൊണ്ട് അടുത്ത മത്സരങ്ങളിലേക്ക് പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒരു റിസ്ക് എടുത്തത്. ആ റിസ്ക് ഒരിക്കലും ഫെയിലിയർ, പരാജയമായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം പുറത്തിരുന്ന കളിക്കാരും വളരെ പ്രഗത്ഭരാണ് എന്ന് ആ മത്സരത്തിൽ തെളിഞ്ഞു. നമ്മൾ ദൗർഭാഗ്യം കൊണ്ട് മാത്രം, അതിനോടൊപ്പം തന്നെ ഒരു പെനാൽറ്റി നിഷേധിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് ആ തോൽവി ഏറ്റുവാങ്ങിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം കോൺഫിഡൻസിലാണ്. കാരണം ആ ഒരു ആധികാരികമായ പ്രകടനം, ആ മത്സരത്തിൽ നമുക്ക് വളരെയധികം അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഒരുപാട് ഗോൾ ഓപ്പർച്യൂണിറ്റീസ്, ഗോൾ കീപ്പർ തന്നെ നമ്മുടെ കളിക്കാരെ പിടിച്ചു വലിച്ച്
ഇട്ടത് കണ്ടിട്ട് പോലും കാണാത്ത റഫറി, അതൊക്കെയാണ് അന്നത്തെ ഒരു നെഗറ്റീവ് പോയിന്റ്. പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കളിക്കാർ വളരെ മനോഹരമായിട്ട് കളിച്ചു. അതിന്റെ കോൺഫിഡൻസ് തന്നെയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ഫൈനലിൽ നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കും. എബിൻ റോസ്, ഈ ഒരു ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനം കൂടിയായിരുന്നു. പഞ്ചാബിനെതിരെ തുടക്കം മുതൽ അങ്ങ് ആക്രമിക്കുകയായിരുന്നു, അല്ലാതെ കളി നോക്കി സെറ്റായി അവർ കയറുന്നുണ്ടോ എന്ന് നോക്കുന്നു, പിൻനിരയിൽ അങ്ങനെ താളം ചവിട്ടി നിൽക്കുന്നു, ബോള് പൊസഷൻ പരമാവധി കൈവശം വെച്ചിട്ടൊരു നിയന്ത്രണം ഒക്കെ ഏറ്റെടുത്ത് കൺട്രോളിലായി ആത്മവിശ്വാസം ഉറപ്പായ ശേഷം മെല്ലെ ആക്രമണം തുടങ്ങുന്നതിന് പകരം കടന്നാക്രമിക്കുകയായിരുന്നു തുടക്കം മുതൽ. അതൊരു ഈ ഒരു കോൺഫിഡൻസിൻ്റെ കൂടെ ഒരു ലക്ഷണമാണോ അത്? തീർച്ചയായിട്ടും ഇന്ത്യൻ ഫുട്ബോൾ വളരും. ആ ഫുട്ബോളിനൊപ്പം നമ്മളെ നമ്മളെ പറയാം കോച്ച് എഡ്യൂക്കേഷൻ എന്നൊരു പ്രോഗ്രാം വന്നതിന് ശേഷം നമ്മുടെ കോച്ചസ് ഒക്കെ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. നമ്മളെ ടെക്നിക്കൽ യൂസ് ചെയ്യാൻ തുടങ്ങി. നമ്മളെ ഇന്ന് GPS-ഉം കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ അതും ഫുട്ബോളിലേക്ക് വന്നു. അത് തന്നെയാണ് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ടീമിനോടൊപ്പം മാച്ച് അനലിസ്റ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് നമ്മളെ ടീം സെറ്റ് ചെയ്തത്. അപ്പൊ തന്നെ അവരുടെ ആ മാച്ച് അനലൈസ് ചെയ്തെടുത്തുകൊണ്ട് ഓരോ ടീമുകളുടെയും സ്ട്രെങ്തും വീക്ക്നെസ്സും മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ ചില ദിവസങ്ങൾ നമുക്ക് സക്സസ് ആയും. അതിന്റെ ഒരു ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് പഞ്ചാബ്. അവരെ മത്സരങ്ങളൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് അതിന് അനുസരിച്ച് കൃത്യമായ പ്ലാൻ നമ്മൾ ഫംഗ്ഷൻ ചെയ്തു. ആ ഫംഗ്ഷന്റെ വിജയം തന്നെയാണ് നമ്മുടെ ഓരോ മത്സരങ്ങളും, നമ്മുടെ പഞ്ചാബിനെതിരെ മാത്രമല്ല എല്ലാ ടീമുകൾക്കെതിരെ. അത് തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസത്തിന് കാരണം. ടീമിലെ പ്രധാന കളിക്കാർക്കൊക്കെ വിശ്രമം അനുവദിച്ച മത്സരത്തിലാണല്ലോ കേരളം തോറ്റത്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഘട്ടത്തിലെ തോൽവിക്ക് നാളെ ഒരു പകരം വീട്ടൽ പ്രതീക്ഷിക്കാല്ലേ? അല്ല, പകരം വീട്ടില്ല. നമ്മളെ ഓരോ മത്സരവും അതാത് ദിവസത്തെ പെർഫോമൻസ് ഒന്ന്. രണ്ടാമത്തത് ഓരോ മത്സരവും നമുക്ക് പുതിയതാണ്. ആ പുതിയതിലേക്ക് നമ്മൾ പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ റിസൾട്ട് ഉണ്ടാകാനും വളരെ മോഡേൺ ഫുട്ബോൾ അല്ലെങ്കിൽ മോഡേൺ സ്റ്റൈലിലോട്ട് ഫുട്ബോള് പഠിപ്പിക്കാനും അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആയാലും കേരള ഫുട്ബോൾ അസോസിയേഷൻ നമ്മുടെ മത്സരങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, ടെക്നോളജി യൂസ് ചെയ്യുന്നു, നമ്മളും ടെക്നോളജി യൂസ് ചെയ്ത് പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് വരുന്നു. അത് തന്നെയാണ് നമ്മുടെ ആ ഒരു പ്രതീക്ഷ. അല്ലാതെ നമ്മൾ പ്രതികാരമല്ല. ഫുട്ബോൾ കളി ലോകത്തിലെ ഏറ്റവും ആൾക്കാരെ സ്വാധീനിക്കുന്ന, ഏറ്റവും അധികം ആൾക്കാർക്ക് ഇടയിരിക്കുന്ന പോപ്പുലർ ആയിട്ടുള്ള ഗെയിമാണ്. ആ ഗെയിമിന് പ്രതികാരമല്ല, ഒരു ഭംഗിയാണ്. എബിൻ, ഈ പറഞ്ഞതിൻ്റെ അടുത്തൊരു ഘട്ടമായി ഈ നോക്കൂ, ഗോൾ എന്നും ഗോൾ തന്നെയാണ്. അത് ഏത് രൂപത്തിൽ പിറന്നാലും ഗോൾ തന്നെയാണ്. പക്ഷേ ഈ കഴിഞ്ഞ കളിയിൽ ഏറ്റവും ഒടുവിൽ പഞ്ചാബ് ഏറ്റവും അവസാനം നടന്ന കളി എന്നുള്ള നിലയിലാണ് അതിലേക്ക് കുറച്ചുകൂടി വിശദമായി കിടക്കുന്നത്. വിവിധ തരത്തിലുള്ള ഗോളുകൾ നാം കണ്ടു. കോർണറിൻ്റെ കൺവേർഷൻ കണ്ടു, കോർണർ നിലം തൊടുന്ന മുമ്പ് ഹെഡറിലൂടെ ഗോൾ കണ്ടു, കോർണർ നിലം തൊട്ട ശേഷം അത് കണക്ട് ചെയ്ത് ഗോളാക്കുന്നത് കണ്ടു, മിസ് പാസ് പിടിച്ചെടുത്തുള്ള ഫീൽഡ് ഗോൾ കണ്ടു. അങ്ങനെ എല്ലാ തരത്തിലും, അതായത് ഫുട്ബോളിൻ്റെ ഇപ്പോൾ നമ്മൾ ഒരു പക്ഷേ വളരെയേറെ കാലം ഇന്ത്യൻ ഫുട്ബോളിൽ കണ്ടിട്ടില്ലാത്തൊരു മനോഹാരിത, ഒരു ചാരുത, ഒരു ഫിനിഷിംഗ്, ഒരു ക്ലിനിക്കൽ ഫിനിഷിംഗ് ഒക്കെ ആ കളിയിൽ കാണാൻ കഴിഞ്ഞു. മറ്റത് ക്ലംസി എന്ന ഒറ്റവാക്കിൽ പറയാവുന്ന തരത്തിലാണ് എങ്ങനെയെങ്കിലും ഇടിച്ചു കുത്തി ചവിട്ടി ഗോൾ വലയത്തിനുള്ളിലാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ഫിനിഷിങ്ങിലേക്ക്, ഈ ചാരുതയിലേക്ക്, ഈ ക്ലിനിക്കൽ ഫിനിഷിങ്ങിലേക്ക് നയിച്ച ഘടകങ്ങൾ അത് കാണാനുള്ളൊരു ചന്തം ആസ്വദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. തീർച്ചയായും അത് മുഹമ്മദ് ഷഫീഖ് എന്ന നമ്മുടെ കോച്ച്, ഷഫീഖ് കോച്ചിന്റെ ആ ഒരു എഫർട്ട് തന്നെയാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നിക്കൽ, നമുക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമുക്കറിയാം ഒരു സ്റ്റാഫിനെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തുമാത്രം റിസ്ക് എടുക്കണം. പക്ഷെ ഇത്തവണ എന്നല്ല, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരള ഫുട്ബോൾ അസോസിയേഷൻ എല്ലാ കാര്യത്തെയും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വളരെ അധികം മോഡേൺ, അതാണ് SLK സൂപ്പർ ലീഗ് കേരളയുടെ ഏറ്റവും വലിയ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ കളിക്കാർക്കിടയിലും ആ ഒരു പ്രൊഫഷണലിസം നമ്മുടെ കോച്ചുമാർക്കിടയിലും വന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ തീർച്ചയായിട്ടും ഷഫീഖ് ഹസൻ എന്ന ഹെഡ് കോച്ചിന് വളരെയധികം നമ്മൾ ബഹുമാനിക്കേണ്ടിയിരിക്കും. കാരണം അദ്ദേഹം ഈ ടാക്ടിക്കൽ അനലൈസ് നടത്തുകയും ഫുൾ ടൈം അദ്ദേഹം ഇതിനെ കുറിച്ച് ചിന്തിക്കുകയും നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യും, കളിക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യും, വീഡിയോ കാണിക്കുകയും മാച്ച് അനലൈസ് ചെയ്തുള്ള സിസ്റ്റമാറ്റിക്കലി ഗെയിമിന്റെ ഒരു ബലം തന്നെയാണ് നമ്മൾ ഈ കാണുന്ന ആ ഒരു ഡെവലപ്മെന്റ്. എബിൻ റോസ്, 2-3 കാര്യങ്ങൾ കൂടി ചോദിച്ച് ഇന്ന് പ്രാക്ടീസിന് പോകണമെന്നറിയാം. ഒന്ന്, നമ്മുടെ ഫുട്ബോൾ മാറി എന്ന് തന്നെയാണ് ആത്മവിശ്വാസത്തോടു കൂടി അങ്ങ് പറയുന്നത്. കേരള ഫുട്ബോൾ, ഇന്ത്യൻ ഫുട്ബോൾ അവിടെ നിൽക്കട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ ഫുട്ബോൾ മുന്നേറി. പക്ഷെ നമുക്ക് ആ ഒരു അവയർനെസ്, അതായത് ജനങ്ങളിലേക്ക് അത് എത്തിക്കാനുള്ള ഒരു സമയമാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ പറയാം ലോകറാങ്കിങ് നമ്മൾ എന്തുകൊണ്ട് പിന്നോക്കം പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമേ, അത് ഇന്ത്യയിൽ മൊത്തം വന്നാൽ മാത്രമേ അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ. കേരള ഫുട്ബോൾ ഏറെ മുന്നേറി കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലനമാണ്. അപ്പൊ നമ്മളെ കളിയിൽ ജയവും തോൽവിയും ഉണ്ടാവും. പക്ഷെ ആ കളിക്കൊരു മനോഹാരിത, ഒരു ഫംഗ്ഷനിങ്, ഒരു ഗ്രൂപ്പായിട്ട് നേരത്തെ കണ്ട കളിയിൽ താങ്കൾ തന്നെ അനലൈസ് ചെയ്തതുപോലെ വിവിധ തരം രീതിയിലുള്ള ഗോളുകൾ, അതെല്ലാം പ്ലാനിങ് ആയിരുന്നു. ആ പ്ലാനിങ് സക്സസ് ആക്കിയ കളിക്കാർ, ഇതൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കേരള ഫുട്ബോൾ വളർന്നു, അല്ലെങ്കിൽ
അതിനോടൊപ്പം ഇന്ത്യൻ ഫുട്ബോൾ എത്തുകയാണെങ്കിൽ നമ്മൾ ഈ വേൾഡ് കപ്പ് സ്വപ്നം കാണുന്നതിൽ തീർച്ചയായിട്ടും വേൾഡ് കപ്പ് കളിക്കുക എന്നുള്ള സ്വപ്നത്തിൽ എത്തിച്ചേരും എന്ന് ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ. എബിൻ റോസ്, 1-2 കാര്യങ്ങൾ. ഒന്ന്, ഇത് നമ്മൾ ഇന്ന് ആവേശത്തിലാണ്. കളിക്കാർ ഗംഭീരമാണ്, പ്രൊഫഷണൽസ് ആണ്. പരിശീലകർ പ്രൊഫഷണൽസ് ആണ്. പരിശീലനത്തിലും ഫുട്ബോൾ അഡ്മിനിസ്ട്രേഷനിലും പ്രൊഫഷണലിസം വന്നു കഴിഞ്ഞു. പക്ഷേ നമുക്ക് കളിക്കളങ്ങൾ ആവശ്യത്തിനുണ്ടോ? കളിക്കളങ്ങൾ എന്ന് പറയുമ്പോൾ കേവലം മൈതാനങ്ങൾ. നോക്കൂ, എബിൻ റോസിന് തന്നെ അറിയാം. എബിൻ റോസ് പരിശീലനം തുടങ്ങുമ്പോൾ എവിടെയൊക്കെയാണ് കുട്ടികളെ ഒരുമിച്ച് കൂട്ടി അവരെ കളി പഠിപ്പിച്ചത് എന്നുള്ളത് അറിയാം. പക്ഷേ മണ്ണിലും പൂഴിക്കും മണലിലും അപ്പുറം രാജ്യാന്തര നിലവാരമുള്ള പ്രാക്ടീസ് കോർട്ടുകൾ, അതിനുള്ള സംവിധാനങ്ങൾ, ആ രീതിയിൽ, അതായത് അവർ ദേശീയ രാജ്യാന്തര മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഏതുതരം കണ്ടീഷൻസിലാണോ മത്സരിക്കുക, ഏതുതരം ഗ്രൗണ്ടിലാണോ കളി നടക്കുക, അതിന് സമാനമായ കളിക്കളങ്ങൾ, പ്രാക്ടീസ് ഏരിയകൾ നമുക്കുണ്ടോ? ഇതിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അവിടെ കേരള ഫുട്ബോൾ അസോസിയേഷൻ വളരെ വലിയ ഇനിഷ്യേറ്റീവ് എടുക്കുന്നുണ്ട്. അതാണ് സൂപ്പർ ലീഗ് കേരള വഴി നമ്മുടെ കളിക്കാർ, ഞാൻ പറഞ്ഞ ആ ഇംപ്രൂവ്മെന്റ്, അവർക്ക് മികച്ച ഗ്രൗണ്ടുകൾ, മികച്ച സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിനെ തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമാണ്. അതിന്റെ മുന്നോടിയായി കൂടുതൽ ടീമുകൾ വരുന്നുണ്ട്. അതിനനുസരിച്ച് ഗ്രൗണ്ടുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോജക്റ്റുകളൊക്കെ കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് തീർച്ചയായിട്ടും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ശരിക്കും ഗവൺമെന്റ് അതിനെ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട സമയം കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്ന പ്രൈവറ്റ് തലത്തിൽ തന്നെയാണ് അതിന്റെ പ്രൈവറ്റ് തലത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏത് മേഖലയിൽ നോക്കിയാലും രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം. ആ രാഷ്ട്രീയത്തിനെ ഒഴിവാക്കിക്കൊണ്ട് ഇത് ശരിക്കും പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ ഗവൺമെന്റ് മുൻകൈ എടുക്കുകയാണെങ്കിൽ ആ പ്രൊമോട്ടിന് അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ നടക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ സൂപ്പർ ലീഗ് കേരള. ആ സൂപ്പർ ലീഗ് കേരള കണ്ടവർക്കറിയാം അവർ കളിക്കുന്ന ഗ്രൗണ്ടിന്റെ ആ മെച്ചവും എത്രമാത്രം ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് വളരെ മനോഹരമായ, ശരിക്കും പറഞ്ഞ യൂറോപ്യൻ നിലവാരത്തിൽ തന്നെ ഗ്രൗണ്ടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് 3-4 അടുത്ത് പോരാ. ഓരോ ജില്ലയിലും ഓരോ ഇതുപോലത്തെ SLK ക്ലബ്ബുകൾ വരികയാണെങ്കിൽ, ഇതുപോലത്തെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് നമുക്ക് അസാധ്യമായ കാര്യമല്ല. നമ്മുടെ നാട്ടിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും. പക്ഷെ അവിടെയാണ് ഈ രാഷ്ട്രീയപരമായ അതിപ്രസരം വരുമ്പോഴാണ് പലപ്പോഴും അത് അട്ടിമറിക്കപ്പെടുന്നതും നമ്മൾ പറയുന്ന പോലെ ഫണ്ടിന്റെ പകുതിയോളം പലരുടെയും കീശയിലോട്ട് പോകുന്നുള്ള ആ ഒരു നെഗറ്റീവ് ഇത് മാറുകയാണ്. തീർച്ചയായിട്ടും ഫുട്ബോളില് കേരളത്തിന് ഒരു ഇന്ത്യയിൽ തന്നെ ഒരു വേറെ ലെവലായിട്ട് മാറും, അത് ഉറപ്പാണ്. അതുപോലെ തന്നെ കളിയിലേക്ക് വന്നാൽ ഒരു ചോദ്യം കൂടി. ഈ കേരളം ഇതുവരെ 15 ഗോൾ അടിച്ചപ്പോൾ 11 എണ്ണം വഴങ്ങി. അപ്പോൾ നമ്മുടെ പ്രശ്നം ശരിക്കും നമ്മൾ എവിടെയാണ് പിന്നിലേക്ക് നിൽക്കുന്നത്? ഈ ഡിഫൻസിലാണോ? എനിക്ക് ഒന്നുകൂടെ അത് സ്റ്റാറ്റിക്സ് നോക്കണം. അത്രത്തോളം ഗോൾ വഴങ്ങിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇല്ലാന്ന് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഒന്നുകൂടെ ചെക്ക് ചെയ്ത. റൈറ്റ്. എബിൻ റോസ് സാധാരണ പരിശീലക സ്ഥാനം പല പ്ലേയേഴ്സും അണിയുന്നത് റിട്ടയർമെന്റ് ആകുമ്പോൾ, കളി മതിയാക്കിയ ശേഷം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചൊക്കെയാണ്. എബിൻ റോസ് സജീവമായി കളിക്കളത്തിൽ നിൽക്കുമ്പോഴാണ് പരിശീലക വേഷം അണിഞ്ഞത്. എന്തായിരുന്നു അതിനുള്ള പ്രചോദനം? അത് കഴിഞ്ഞ് നമുക്ക് ക്ലബിലേക്ക് വരാം. എന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്റെ സ്ഥലം തന്നെയാണ്. കാരണം ഞാൻ വളർന്നു വന്ന ഭാഗത്ത് നിന്ന് ഒരു ഫുട്ബോൾ കളിക്കാരനോ ഒരു ക്ലബോ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടോ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ എനിക്ക് കളിച്ച് ഞാൻ നാഷണൽ ലെവൽ വരെ വന്ന് സന്തോഷ് ട്രോഫിയൊക്കെ വിൻ ചെയ്യുന്ന തരത്തിൽ മൈ ലീഗ് കളിക്കാനും സാധിച്ചിട്ടുള്ളത് എന്റെ വിൽ പവറാണ്. ആ വിൽ പവർ തന്നെയാണ് എനിക്കിങ്ങനെ ഒരു ഈ ഒരു പരിശീലകനായിട്ട്, അതായത് ഞാൻ കളിക്കുന്ന കാലത്ത് നമുക്കറിയാം നമ്മുടെ ഈ മദ്യം മയക്കുമരുന്നൊക്കെ നമ്മള് ആൾക്കാർ പറഞ്ഞുകൊണ്ട് വെറുതെ ഫണ്ടിന് വേണ്ടിയിട്ട് എഴുതാറുണ്ട്. പക്ഷെ നമ്മളത് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ അതിൽ നിന്ന് അകന്നു നിൽക്കാൻ തീരപ്രദേശത്തെ കുട്ടികളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഫുട്ബോൾ കളി തന്നെ. ഫുട്ബോൾ കളിക്കുമ്പോൾ അവരുടെ വിശപ്പ് മറക്കുന്നു, അവരുടെ ബുദ്ധിമുട്ടുള്ള മറക്കുന്നു, പ്രശ്നങ്ങൾ മറക്കുന്നു. തീർച്ചയായിട്ടും അത് ഫുട്ബോൾ എനിക്ക് തന്ന ലൈഫ് ഞാൻ അവരിലോട്ട് പകർന്നു നൽകുക കളിക്കുന്ന സമയത്ത്. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന ടൈറ്റാനിയം എന്ന സ്ഥാപനത്തിലാണ്. അവിടെ എന്റെ രാവിലത്തെ പ്രാക്ടീസ് കഴിഞ്ഞാൽ ഈവനിങ് നമ്മുടെ കൂടെയുള്ള കളിക്കാർ എന്റർടൈൻമെന്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ടുകൊണ്ട് ഫുള്ള് ഫുട്ബോളിന് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു. അങ്ങനെ സമർപ്പിച്ചതുകൊണ്ട് തന്നെ ഈവനിങ്ങുകളിൽ അവിടുത്തെ തീരപ്രദേശ കുട്ടികളോടൊപ്പം ചെറിയ ഒരു പന്തുമായിട്ടൊക്കെ അങ്ങനെ ഇറങ്ങിയത് ഒരു വലിയൊരു ബ്രാൻഡഡ് നെയിമായി കോവളം FC രൂപീകരണത്തിൽ. കോവളം FC എന്ന ഫുട്ബോൾ ക്ലബ്ബ് അല്ലേ എബിൻ? കോവളം FC. അതെ, കോവളം FC എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് കേരളത്തിലായെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നതിൽ വളരെ വിഷമമുണ്ട്. ഇന്നും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല,
തീർച്ചയായിട്ടും നമ്മുടെ ജേഴ്സിയിൽ നോക്കിയാൽ ഫെഡറൽ ബാങ്ക്, അദാനി എന്നൊക്കെ വലിയ നെയിം കാണും. പക്ഷെ അവർ തരുന്ന ചെറിയ പൈസ എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും പരസ്യം വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പെർഫോമൻസ്, നമ്മുടെ ആ കുട്ടികളുടെ എഫർട്ടും കണ്ടുകൊണ്ട് കൂടുതൽ ഫണ്ട് അവർ തരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അത് വയ്ക്കുമ്പോൾ ദൗർഭാഗ്യം എന്ന് പറയുന്നത് ഫുട്ബോൾ മേഖലയിലുള്ള ആൾക്കാർ തന്നെ നമുക്ക് നിരവധി ഫണ്ടുകൾ ലഭിക്കുന്നത് കാരണം നമുക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇന്നും പറയാം പട്ടിണി പാവങ്ങളായ കുട്ടികളെ ശരിക്കും പൊതുജനങ്ങളിലെ ചിലർ, വളരെ ചുരുക്കം ചിലരുടെ സഹായത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുവന്ന് ഈ കാണുന്ന ബ്രാൻഡ് നെയിം ഒന്നും നമ്മൾ അത്രത്തോളം വലിയൊരു സാമ്പത്തിക സഹായം നൽകുന്നില്ല എന്ന് മാത്രമല്ല നമുക്ക് ആവശ്യത്തിന്റെ പകുതി പോലും അവിടെ നിന്ന് ലഭിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും കേരളത്തിലെ ഒരു ഫുട്ബോൾ കമ്മ്യൂണിറ്റിയിൽ നോക്കുകയാണെങ്കിൽ അവര് ബ്രാൻഡഡ് നെയിമായിട്ട് കോവളസിൽ നിന്ന് ഉയർന്നിരിക്കുകയാണ്. അതൊക്കെ അതിന് ഒരുപാട് ത്യാഗത്തിന്റെയും കഷ്ടപ്പാടിന്റെയും കഥകൾ പറയാനുണ്ട്. അത് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളത് തന്നെ ഇനിയും പറഞ്ഞാൽ ബുദ്ധിമുട്ട്. പക്ഷെ ഒരൊറ്റ സങ്കടം മാത്രമേ ഉള്ളൂ, കൂടെ നിൽക്കുന്ന കളിക്കാർ, ഒപ്പം കളിച്ച കളിക്കാർ തന്നെയാണ് ആ ടീമിനെ വളർന്ന് അവരൊക്കെ സഹായിക്കേണ്ട അടുത്ത ഒരു നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് നമുക്ക് നിരവധി ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും അതിന്റെ വളർച്ചയെ തടഞ്ഞു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കോവളസ് ഇന്ന് ഐ ലീഗ് അല്ലെങ്കിൽ ISL കളിക്കുന്ന ഒരു ക്ലബ്ബായിട്ട് മാറുമായിരുന്നു. ഇപ്പോൾ പലപ്പോഴും പലരെയും കൺവിൻസ് ചെയ്യേണ്ട അതിനുള്ള ശ്രമത്തിലാണ് അത് നടക്കുന്നത് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. എബിൻ റോസ്, നമുക്ക് നെഗറ്റിവിറ്റീസ് വിടാം, പോസിറ്റീവിലേക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ കോവളം FC നോക്കൂ, ഒരു കോവളം FC കൊണ്ട് കേരള ഫുട്ബോൾ ആയില്ല. പക്ഷേ കോവളം FC ഒരു സൂചനയാണ്, അതൊരു സിമ്പിളാണ്. അപ്പോൾ കോവളം FC പ്രൊഫഷണൽ ആകാൻ കളിയിലല്ല, സജ്ജീകരണത്തിൽ, സംവിധാനത്തിൽ, ഇൻഫ്രാസ്ട്രക്ചറിൽ കോവളം FC പ്രൊഫഷണൽ ആവാൻ, കോവളം FC ഇപ്പോൾ എബിൻ റോസ് സ്വപ്നം കണ്ടതുപോലെ ഐ ലീഗ് കളിക്കുന്ന, രാജ്യമൊട്ടാകെ അറിയപ്പെടുന്ന ഒരു ടീമായി മാറാൻ എബിൻ റോസിന് അല്ലെങ്കിൽ കോവളം FCക്ക് വേണ്ട പിന്തുണ എന്താണ്? ഗ്രൗണ്ടാണോ, പണമാണോ, ജേഴ്സിയാണോ, ഭക്ഷണമാണോ, മറ്റ് പരിശീലന സൗകര്യങ്ങളാണോ? നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നമ്മൾ ഏകദേശം അരിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മാന്യമായ രീതിയിൽ ഒരു അക്കാഡമി റൺ ചെയ്യാനുള്ള ഒരു സ്റ്റേഡിയവും ഹോസ്റ്റലും ഒക്കെ നമ്മൾ റെന്റിനൊക്കെ ചെയ്ത് നല്ല രീതിയിൽ വളരെ നല്ല സിസ്റ്റമാറ്റിക്കലി തന്നെ ചെയ്യുന്നുണ്ട്. എന്റെ ശരിക്കുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അനിൽ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അദാനി ഗ്രൂപ്പിന്റെ എംപ്ലോയി ആണ്. സാറാണ് വിഴിഞ്ഞത്തിലെ. ഞാൻ എന്റെ എല്ലാ അവസ്ഥകളും കണ്ടുകൊണ്ട് പലപ്പോഴും വളരെ ശക്തമായിട്ട് എബിൻ മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഒപ്പമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വാക്കിന്റെ പുറത്ത് തന്നെ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞാൽ ഒരു കോവളം FC അല്ല, എല്ലാ നാട്ടിലും അതിന്റെ പിറകിൽ ഒരുപാട് കഷ്ടപ്പാടിന്റെ കഥയുണ്ട്. പക്ഷെ അത് ഒരു പ്രൊഫഷണൽ തലത്തിലോട്ട് പോവുകയാണെങ്കിൽ സാമ്പത്തികം വളരെ ഇമ്പോർട്ടന്റ് ഘടകമാണ്. നമുക്ക് ഒരു നല്ലൊരു മാനേജ്മെന്റ് വേണം. ഒരു നല്ലൊരു മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഫിനാൻസ് ആയിരുന്നാലും ട്രെയിനിങ്ങിനായിരുന്നാലും അങ്ങനെ ഡിഫറെന്റ് സ്ട്രക്ചറിൽ ഒരു മാനേജ്മെന്റ് സിസ്റ്റം വർക്ക്ഔട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും കോവളം FC ISL കളിക്കും. ഫിനാൻസ് ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ജനങ്ങളിലേക്ക് അതെങ്ങനെ പ്രയോജനപ്പെടുന്നു നമുക്കറിയാം. യൂറോപ്പിലൊക്കെ ഒരു ഫുട്ബോൾ ബിസിനസ് മാത്രമല്ല, അതൊരു കമ്മ്യൂണിറ്റിയെ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെ അല്ലെങ്കിൽ നാഷണലിനെ ഡെവലപ്പ് ചെയ്യുന്ന ഈ കരുത്തരായ യുവാക്കളെയും വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ സൃഷ്ടിക്കുന്ന ഒരു ഫുട്ബോളാണ്. ആ ഫുട്ബോളിന് തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാം ആവശ്യമുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ഇത് അനിൽ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ അദാനിയിലെ ഓഫീസറായ അദ്ദേഹത്തിന്റെ ആ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് നേരെ മുന്നോട്ട് പോകുന്നത്. അതാണ് പോസിറ്റീവായിട്ട് ഞാൻ വളരെ പോസിറ്റീവാണ്. കാരണം ഏത് പ്രതിസന്ധി വന്നാലും കോവളം FC ഉള്ള ക്ലബ്ബുകളായി മോഹൻ ബഗാനോ പോലെ അല്ലെങ്കിൽ അതിൽ വെച്ച് പേരെടുക്കുന്ന ക്ലബ്ബുകളാക്കി മാറ്റാൻ സാധിക്കും. അതിന് ഉള്ള നമ്മൾ ശ്രമിക്കുന്നു, നടക്കുന്നു തന്നെ പ്രതീക്ഷിക്കുന്നു. എബിൻ റോസ്, നാളെ സന്തോഷ് ട്രോഫി ഫൈനലാണ്. കേരളത്തിന് നല്ല പ്രതീക്ഷയുള്ള ഒരു ടൂർണമെന്റാണ്. കേരളം മികച്ച പ്രകടനവുമായി പ്രതീക്ഷയുണർത്തുന്നു. ഈ സാഹചര്യത്തിൽ ആ സന്തോഷം പങ്കുവയ്ക്കാൻ, ആ ആവേശം പങ്കുവയ്ക്കാൻ, അല്ലെങ്കിൽ പരിശീലകനോടൊപ്പം ഒരല്പസമയം ചെലവിടാനാണ് ഇന്ന് എബിൻ റോസിനെ തത്സമയം ഇരുത്തിയതെങ്കിൽ ഇന്നൊരു പക്ഷേ കാലം തെളിയിക്കട്ടെ, ഒരുപക്ഷെ കേരള ഫുട്ബോളിന് വഴിത്തിരിവാകാവുന്ന, കേരള ഫുട്ബോളിൻ്റെ ഗതി തന്നെ തിരിച്ചു വിടാവുന്ന ചില വാക്കുകളിലേക്ക്, ചില പരാമർശങ്ങളിലേക്ക്, ചില വെളിപ്പെടുത്തലുകളിലേക്കൊക്കെയാണ് ഇന്ന് എബിൻ റോസിൻ്റെ ഈ തത്സമയ അഭിമുഖം കൊണ്ടുപോയതെന്ന് ഞാൻ കരുതുന്നു. എബിൻ റോസ്, ഒരു വാക്ക് മാത്രം പറയാം. എബിൻ റോസും ടീമും തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഉടനെ ജന TV-യുടെ ഒരു ടീം കോവളം FC സന്ദർശിക്കും. എബിൻ റോസ് അടക്കമുള്ള പരിശീലകരും കളിക്കാരുമായി ഇൻ്ററാക്ഷൻ നടത്തും. എന്താണ് കോവളം FC എന്നുള്ളതും എന്താണ് കോവളം FCക്ക് വേണ്ടതെന്നും കോവളം FCയിലേക്ക് സഹായം എത്തിയാൽ കോവളം FC ഒരു ഉദാഹരണമായി മാറുമെന്നും വളരെ പെട്ടെന്ന് എബിൻ റോസ് പറഞ്ഞു പോയ ഒരു പോയിന്റാണ്. മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും യുവജനത തിരിയുന്ന ഒരു സമയം, അതിലേക്ക് വലിച്ചിടാനായിട്ട് ഒരുപാട് കെണികൾ ചുറ്റുമുള്ള സമയം. വിമുക്തി എന്നൊക്കെ പേരിൽ സർക്കാർ പലതരം അവയർനെസ് പ്രോഗ്രാമുകൾ നടത്തുന്ന സമയം. അതേ സർക്കാർ തന്നെ പുതിയ ബ്രാൻഡിക്ക് പേരിടാനായിട്ട് മത്സരം നടത്തുന്ന ഒരു കാലത്ത് നമുക്ക് വളരെ കേവലം ഒരു കളി, ഒരു ടൂർണമെന്റ്, ഒരു ചാമ്പ്യൻഷിപ്പ് എന്നതിനപ്പുറത്തേക്കുള്ള ചില
പരാമർശങ്ങളാണ് എബിൻ റോസ് നടത്തിയത്. സന്തോഷ് ട്രോഫി കഴിഞ്ഞാലുടൻ തന്നെ ആ സന്തോഷ നിമിഷങ്ങളിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം കോവളത്ത് കോവളം FC-യിൽ. എബിൻ റോസ് ഓൾ ദി ബെസ്റ്റ്. കോച്ചിനോ ഷഫീഖ് ഹസനോട് എല്ലാ താരങ്ങളോടും നായകനോടും ഒക്കെ ജനൻ TV-യുടെയും ജനൻ TV പ്രേക്ഷകരുടെയും ആശംസ, ബെസ്റ്റ് വിഷസ് അറിയിക്കുക. വളരെ സന്തോഷം. കപ്പുമായി നമ്മൾ തിരിച്ചു വരും. സത്യം റിയലി മോട്ടിവേറ്റഡ്. താങ്ക് യു ഫോർ ജനം TV. താങ്ക്സ് അഗൈൻ. താങ്ക് യു സോ മച്ച്. റൈറ്റ്, എന്തായാലും നമ്മൾ പ്രതീക്ഷയിടത്തുനിന്ന് വേറെ ലെവലിലേക്ക് പോയി എബിൻ റോസുമായിട്ടുള്ള ആ ഒരു അദ്ദേഹത്തിന് വളരെ ഇന്ററാക്ഷൻ. കുറച്ച് സമയമാണ് നൽകാൻ സാധിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പോഴല്ലേ 7:45 പരിശീലനത്തിന് പോകണം, ബസ്സിൽ കയറണം എന്ന് പറഞ്ഞ വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് കുറച്ചധികം സംസാരിക്കാൻ പറ്റി. വേറെ ലെവലിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്.